വസ്തുതാപരമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ മുഖം രക്ഷിക്കാൻ ഒരു വാർത്ത വഴിതിരിച്ചു വിടണം. അതാണ് യാഥാർത്ഥ്യം. വളരെ കൃത്യമായി കോൺഗ്രസും BJPയും പ്രഖ്യാപിതമായ നിലപാടുകളിൽ നിന്ന് വഴിമാറി പരസ്പരം സഹായിച്ചതിന് ഒരു ന്യായീകരണവും അവർക്ക് പറയാനില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് വഴിയുള്ളൂ. പക്ഷെ ഉറപ്പിച്ച് ഞാൻ പറയാം, ഒരു സ്ഥലത്തും ഈ ജില്ലയിൽ ഒരു സ്ഥാനം നേടാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൻ്റെ ബൈപ്പാസ് ചെയ്ത് ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കരുത് എന്നുള്ള പാർട്ടിയുടെ നിലപാട് പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വടക്കാഞ്ചേരിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരവേല ശുദ്ധ അസംബന്ധമാണ്. ഒരു തരത്തിലും അതിന് വാസ്തവവുമായിട്ട് ബന്ധമില്ല. എങ്ങനെയാണ് ടാർജറ്റിന് അങ്ങനെ പറയാൻ കഴിയുക? തങ്ങളുടെ ജയിച്ച 8 പേര് അപ്പുറത്ത് പോയിട്ട് അതുപോലെയാണോ? ഞങ്ങളുടെ ഒരാളും ഒരു സ്ഥലത്തും പോയിട്ടില്ല, കൃത്യമായി വോട്ട് ചെയ്തു. UDFന്റെ ഒരംഗം അയാളുടെ വോട്ട് വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് കോൺഗ്രസ്സാണ്. അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വീഴ്ചയാണ്. ആ രാഷ്ട്രീയമായ വീഴ്ച മറച്ചു വെക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒന്നും വിലപ്പോണ കാര്യമല്ല. അതിന് വസ്തുതയുമായിട്ടും സത്യവുമായിട്ടും ബന്ധമില്ല. അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. അല്ല, കോൺഗ്രസിന്റെ സ്വതന്ത്രനായിട്ടുള്ള UDFന്റെ സ്വതന്ത്രനായിട്ടുള്ള ഒരാൾ അത് ആ വോട്ട് സംരക്ഷിക്കാനുള്ള ബാധ്യത അവർക്കായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം, BJPയുടെയോ SDPIയുടെയോ വോട്ട് നേടി ഒരിടത്തും ജയിക്കേണ്ടതില്ല എന്നാണ്. ഈ വലിയ വീരവാദം മുഴക്കുന്ന ടാർജറ്റിൻ്റെ പാർട്ടി ഇപ്പം എന്താ ചെയ്യണത്? വല്ല വിലയുണ്ടോ ടാർജറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾക്ക്? ചൊവ്വന്നൂർ SDPIയുടെ വോട്ട് നേടി ജയിച്ച ആൾ രാജിവെക്കാൻ പറഞ്ഞു, പോയി പണിവെക്കാൻ പറഞ്ഞു. ഇതല്ലേ അവരുടെ സ്ഥിതി. മറ്റത്തൂര് എന്താ സംഭവിക്കുന്നത്? അപ്പം യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിയുടെ നിലപാട് തന്നെ പരസ്യമായിട്ട് തെരുവിൽ അലക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള സംഗതിയല്ലാതെ ഇതിനകത്ത് യാതൊരു വസ്തുതയില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ തുറന്ന നിലപാടാണുള്ളത്. ഒരു തരത്തിലുള്ള കുതിരക്കച്ചവടവും വോട്ട് വാങ്ങലും ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ആ കാര്യം വളരെ കൃത്യമാണ്. അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇരിഞ്ഞാലക്കുടയിലെ ടൗൺ ബാങ്കിൽ കോടിക്കണക്കിന് CPM ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.